മലയാളത്തിലെ ഏറ്റവും മികച്ച ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോൾ നമുക്കറിയാം കണി കാണും നേരം എന്നുള്ള പാട്ട്, കണി കാണും നേരം കമല നേത്രൻ്റെ എന്ന് പറയുന്ന ആ ട്രഡീഷണൽ ആയിട്ടുള്ള സ്തുതി ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂണിലായിരുന്നില്ല ഒരിക്കലും അത് പാടിയിരുന്നത്. ദേവരാജൻ മാസ്റ്ററാണ് ഈ ട്യൂൺ ഇട്ട് കൊടുക്കുന്നത്. പലർക്കും അറിയില്ല അത്. കാരണം മാഷ് തന്നെ പറയാറുണ്ട്, അത് കുട്ടിക്കാലത്ത് അമ്മ വലിയ ഭക്തിയായിരുന്നു. അപ്പോൾ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കും, അമ്മ പൂജാമുറിയിലിരുന്ന് പാടും ഇങ്ങനെ വളരെ റോ ആയിട്ടുള്ള വോയിസിൽ, കണി കാണും നേരം കമല നേത്രൻ്റെ എന്ന് പറഞ്ഞ ഒരു ശ്ലോകം പാടുന്ന മാതിരിയാണ് പാടുക. അപ്പോൾ പിന്നീട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ വരികൾ ചിട്ടപ്പെടുത്തേണ്ടി വന്നപ്പോൾ മാഷ്ക്ക് ഓർമ്മ വന്ന അതാണ്. അപ്പോൾ ആ ബേസിക് ട്യൂണ് വെച്ച് മാഷ് അതൊന്ന് മിനുക്കി കുറച്ചും കൂടി ഒരു ഭക്തിസാന്ദ്രമാക്കി ഒരു ടെമ്പോ ഒക്കെ കുറച്ചിട്ട് അങ്ങനെ കമ്പോസ് ചെയ്ത പാട്ടാണ് മലയാളികളെല്ലാം ഏറ്റുപാടുന്ന ആ കണി കാണുന്നിരുന്നുള്ള പാട്ട്. പക്ഷെ ഒരിക്കലും ആ ക്രെഡിറ്റൊന്നും മാഷ് ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ എത്രയോ പാട്ടുകൾ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരവൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുടുംബം, ഒരു ശാസ്താംപാട്ട് പാടിയിരുന്ന ഒരു കുടുംബമാണ്. അവർ പാടിക്കേട്ടിരുന്ന ചില സ്തുതികളുടെ ശാസ്താംപാട്ടിൻ്റെ സ്വാധീനത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, നദിയിലെ പാട്ട്, അതുപോലെ ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവ്, എത്ര പാട്ടുകൾ